വെൽക്കം ബാക്ക് ടു SM ആൻഡ് SM Mentors യൂട്യൂബ് ചാനൽ. ഇന്ന് അവതരിപ്പിക്കുന്ന വീഡിയോ സ്പാർക്കിൽ എങ്ങനെ ഒരു യൂസർ ID ലോഗിൻ ID എങ്ങനെ സ്വയം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇനി വരും കാലഘട്ടത്തിൽ ഒരു എംപ്ലോയി സ്വയം ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങളുണ്ടാവും. അതെല്ലാം ചെയ്യാനായിട്ട് ഒരു യൂസർ ID ലോഗിൻ സിസ്റ്റം നിർബന്ധമാണ്. ഇവിടെ യൂസർ ID ആയിട്ട് ഉപയോഗിക്കുക അവരവരുടെ പെൻ നമ്പർ തന്നെയാണ്. പാസ്വേഡ് നമ്മൾ ഫസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു യൂസറായിട്ട് അതിൽ കയറാം. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ചെക്ക് ചെയ്യാം. സാലറി സ്ലിപ്പ് നോക്കാം. ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. ലീവിന് അപ്ലൈ ചെയ്യാം. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല, നമ്മുടെ സ്പാർക്കിനെ നമ്മുടെ മൊബൈലുമായിട്ട് ബന്ധിപ്പിക്കണമെങ്കിലും യൂസർ ID ക്രിയേഷൻ നിർബന്ധമാണ്. ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് സ്പാർക്കിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. spark.gov.in/webspark. ഇതാണ് സ്പാർക്കിൻ്റെ സൈറ്റ്. ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്താൽ ഇതേപോലത്തെ ഒരു സ്ക്രീൻ വരും. ഇതാണ് ലോഗിൻ സ്ക്രീൻ. ഇവിടെയാണ് നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള പെൻ നമ്പറും പാസ്വേഡും കൊടുക്കേണ്ടത്. പക്ഷേ അത് യൂസർ ID ഉള്ളവർക്ക് മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. ഇതുവരെ യൂസർ ക്രിയേറ്റ് ചെയ്യാത്തവർക്കാണെങ്കിൽ ഇവിടെ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, നോട്ട് രജിസ്റ്റേർഡ് എ യൂസർ യെറ്റ്, രജിസ്റ്റർ നൗ. ഇവിടെ രണ്ടാമതൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഇതേപോലത്തെ ഒരു സ്ക്രീൻ വരും. അവിടെ നമ്മൾ ചോദിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അപ്പോൾ പെൻ നമ്പറാണ് അത് ചോദിക്കുന്നത്. പെൻ നമ്പർ കൊടുത്തു. സർവീസ് ബുക്കിലുള്ള പോലെ പേര് എന്ന് പറഞ്ഞാൽ സ്പാർക്കിലുള്ള പോലെ പേര് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ആധാർ നമ്പർ കൊടുക്കുക. ഓക്കെ, ആധാർ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് ആധാർ നമ്പർ കൊടുക്കുക. പിന്നെ മൊബൈൽ നമ്പർ നമ്മൾ സ്പാർക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ ഇമെയിൽ ID കൊടുക്കുക. നമ്മുടെ ഇമെയിൽ ID സ്പാർക്കിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ ID കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ട പാസ്വേഡ് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യാം. ആദ്യ പ്രാവശ്യം ടൈപ്പ് ചെയ്യുക, ഒന്നും കൂടി റീടൈപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം വെരിഫൈ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ താഴെ കാണുന്ന ഈ ബോക്സിൽ എൻ്റർ ചെയ്യാം. എന്നിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസർ ക്രിയേഷൻ സക്സസ്ഫുൾ ആയി. പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാസ്വേഡ് 8 മുതൽ 15 വരെ ക്യാരക്ടേഴ്സ് തന്നെ വരാൻ പാടുള്ളൂ. അതിൽ ആൽഫബറ്റുകളും ഡിജിറ്റുകളും മാത്രമേ വരാൻ പാടുള്ളൂ. ആൽഫബറ്റ്സ് ആൻഡ് ഡിജിറ്റ്സ് ഓൺലി. അത്രയാണ് അതിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ്. അത് വെച്ചുകൊണ്ടുള്ള ഒരു പാസ്വേഡ് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. അത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെരിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ OTP വരും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ രജിസ്റ്റേർഡ് യൂസറാണ്. ഇതൊന്ന് കാണിച്ചു തരുന്ന ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെരിഫൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ OTP വരും. ഇപ്പോൾ എനിക്ക് OTP വരില്ല, കാരണം ഞാൻ ഓൾറെഡി രജിസ്റ്റേർഡ് ആയതുകൊണ്ട് രജിസ്റ്റേർഡ് എന്നുള്ള മെസ്സേജ് വരുള്ളൂ. അല്ലാത്തവർക്ക് മൊബൈലിലേക്ക് OTP വരും. ഇത് എൻ്റർ ചെയ്യാനുള്ള സ്പേസും കിട്ടും. ഇത് എനേബിൾ ആവും. അവിടെ എൻ്റർ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ വെരിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസർ ഓൾറെഡി എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇനി ലോഗിൻ ചെയ്യാൻ വീണ്ടും സ്പാർക്കിൻ്റെ സൈറ്റ് എടുക്കുക. എന്നിട്ട് നമ്മുടെ പെൻ നമ്പറും പാസ്വേഡ് കൊടുക്കുക. ഞാൻ എൻ്റെ പെൻ നമ്പർ കൊടുത്തു. എൻ്റെ പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഇവിടെ ക്യാപ്ച കോഡുള്ളത് അതും എൻ്റർ ചെയ്യുക. അതിനുശേഷം സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം ഇവിടെ പെൻ നമ്പർ എൻ്റർ ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ക്യാപ്ച കോഡ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. സൈൻ ഇൻ കൊടുക്കുക. കൊടുത്താൽ ഇതേപോലെ ഒരു സ്ക്രീനിലേക്ക് നമ്മൾ വരും, സ്പാർക്കിൻ്റെ ഓപ്ഷനിലേക്ക്. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ചെയ്യാവുന്നതുണ്ട്. പക്ഷേ സാലറി പ്രോസസ്സിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിൽ ഏറ്റവും ആദ്യം കാണുന്ന മെനു ആണ് പ്രൊഫൈൽ ഓർ അഡ്മിൻ മെനു. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പ്രസൻറ്റ് സർവീസ് ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതൊക്കെ കണ്ട് വെരിഫൈ ചെയ്യാം. ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സുപ്പീരിയർ ഓഫീസറിനെ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം ഇതുവഴിയുണ്ട്. ഇതുവഴിയല്ല, മീൻസ് നേരിട്ട് ചെയ്യണം. ഇതിൽ നമുക്ക് കറക്ഷൻസ് ഒന്നും നമുക്ക് വരുത്താൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെക്ക് ചെയ്യാം എല്ലാം ഉണ്ടോ എന്നുള്ളത്. പിന്നെ തൊട്ട് താഴത്ത് ജനറേറ്റ് ഡാറ്റ ഷീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ജനറേറ്റ് റിപ്പോർട്ട് എന്നൊരു ബട്ടൺ വരും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ
കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്തിട്ടുള്ളത് അത് മുഴുവനും ഒരു PDF ഡോക്യുമെൻ്റ് ആയിട്ട് കിട്ടും. ഇതിൻ്റെ പ്രിൻ്റ് എടുത്തും വേണമെങ്കിൽ വെരിഫൈ ചെയ്തിട്ട് എവിടേക്കാണോ പ്രശ്നങ്ങളുള്ളത് അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ പ്രിൻ്റ് എടുക്കുക. ഇതിപ്പോൾ 5 പേജ് വരുന്നൊരു ഡോക്യുമെൻ്റാണ്. ഇതിനകത്ത് നമ്മൾ സ്പാർക്കിൽ എൻ്റർ ചെയ്തിട്ടുള്ള നമ്മുടേതായ മുഴുവൻ ഡാറ്റയുണ്ട്. അതെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷൻ ഒന്നുകൂടി പറയാം. ജനറേറ്റ് ഡാറ്റ ഷീറ്റ്. പിന്നെ സർവീസ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ മുഴുവൻ സർവീസ് ഹിസ്റ്ററിയും കാണാം. സർവീസ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും അവസാനത്തെ പേ ചേഞ്ച് റേറ്റ് ആദ്യം നോക്കാം. ഞാൻ അതൊന്ന് കാണിക്കാം. പ്രൊഫൈലിൽ ഏറ്റവും താഴെ പ്രസൻറ്റ് സാലറി ഡീറ്റെയിൽസ് സെൻറ്റർ ഓപ്ഷൻ ഉണ്ട്. അതെടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പേ ചേഞ്ച് ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പേ ചേഞ്ച് റേറ്റ് ഇവിടെ കാണും. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ലാസ്റ്റ് പേ ചേഞ്ച് ഡേറ്റ്. എൻ്റെ കേസിൽ 1/7/2019 ആണ്. 2020 ഇൻക്രിമെൻറ്റ് വന്നിട്ടില്ല, AGS എന്ന് വരാൻ പോകുന്നേ ഉള്ളൂ. 1/7/2019 ഇൻക്രിമെൻ്റ് ആണ് ലാസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഇത് പ്രസൻ്റാണ്. പ്രസൻറ്റിൻ്റെ മുമ്പുള്ളതാണ് പാസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്ററി. അപ്പം 30/6/2019 വരെയുള്ള എൻട്രീസാണ് ഹിസ്റ്ററിയിൽ ഉണ്ടാവേണ്ടത്. അതിന് ശേഷമുള്ളൊന്നും വരാൻ പാടില്ല. വന്നിട്ടുണ്ടെങ്കിൽ അത് എററാണ്. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത ഡേറ്റ് മുതൽ, ഞാൻ സർവീസിൽ കയറിയത് 1/11/2000 1/11/2000 മുതൽ 30/6/2000, എൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു കേട്ടോ, 30/6/2019 വരെയുള്ള ഡീറ്റെയിൽസ് സർവീസ് ഹിസ്റ്ററിൽ കാണണം. അപ്പോൾ നമ്മൾ ഈ സർവീസ് ഡീറ്റെയിൽസ് ഒന്ന് എടുത്ത് നോക്കാം. ഇതിൽ ഏറ്റവും ആദ്യം തന്നെ കാണുന്നത് 1/11/2000 ആണ്. ഞാൻ ഒന്നും കൂടി സൂം ചെയ്യാം. 1/11/2000 ആണ് തുടക്കത്തിൽ കാണുന്നത്. ഓക്കെ, പിന്നെ അങ്ങനെ കൊണ്ട് 14/7/2001 വരെ ഒരു പിന്നെ അതിനുശേഷം ബേസിക് പേയിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു എൻട്രി അധികം വരും. അപ്പോൾ ഓഫീസ് മാറുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ ബേസിക് പേ മാറുമ്പോഴോ നമുക്ക് എൻട്രി മാറി വരും. ഇങ്ങനെ വന്നിട്ട് നമ്മുടെ മുഴുവൻ ഡീറ്റെയിൽസിനകത്തുണ്ടാവും. ചിലപ്പോൾ ഒരൊറ്റ പേജിൽ ഇത് പോകില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് പേജിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ കണ്ടോ, 2 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ബാക്കിയുള്ള കാര്യങ്ങൾ സെക്കൻഡ് പേജിൽ കാണാം. ഇതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഒരു ഉദാഹരണത്തിന് ഇത് തെറ്റാന്ന് വിചാരിക്കുക. ഇത് 30/6/2017 വരെയാണ് ഉള്ളത്, അത് തന്നെയാണ് കറക്റ്റ്. അഥവാ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റം വരുത്തിയിട്ട് കൺഫേം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ യൂസറിൽ പറ്റില്ല, അത് പ്രിൻസിപ്പൽ യൂസറിലേ പറ്റുള്ളൂ. നമുക്കിവിടെ കണ്ടെത്തിയിട്ട് പ്രിൻസിപ്പളിനോട് റിപ്പോർട്ട് ചെയ്യാം, നമ്മുടെ സുപ്പീരിയർ ഓഫീസറിനോട് റിപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് ശരിയാക്കി തരണമെന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരമാണ് ഇതിനകത്തുള്ളത്. ഇവിടെ ഏറ്റവും അവസാനം കണ്ടല്ലോ 30/6/2019 വരെയുള്ള എൻട്രീസ് ഉണ്ട്. അവസാനം വരുന്ന 30/6/2019 വരെയുള്ള മുഴുവൻ എൻട്രീസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് സർവീസ് ഹിസ്റ്ററി കറക്റ്റായി എന്ന് നമ്മൾ പറയാം. ഇതിലിപ്പോൾ ഞാൻ 2-3 കേസുകൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ പരിശോധിച്ചപ്പോൾ ഞാൻ കണ്ടൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ 2012-ലും 2016-ലൊക്കെ മിസ്റ്റേക്ക് കാണിക്കേണ്ടത് പറഞ്ഞു. ഒക്കെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന കേസാണ്. അപ്പോൾ നോക്കിയപ്പം ആ ടീച്ചറിൻ്റെ കേസിൽ 2012 അവർ പിന്നെ ഇൻക്രിമെൻറ്റ് വരുന്നത് March 1-നാണ്. അപ്പോൾ എന്ത് സംഭവിച്ചത്, 2012 ലീപ്പ് ഇയർ ആണ്. പക്ഷെ അത് ശ്രദ്ധിക്കാതെ അതിന് മുമ്പത്തെ ടു ഡേറ്റ് കൊടുത്ത് 28/2/2012 പിന്നെ 1/3/2012 മുതൽക്ക് പുതിയ ബേസിക് പേ കൊടുത്തത്. അപ്പോൾ ഒരു ദിവസം മിസ്സായി. 29 ഉണ്ട് ആ മാസത്തിൽ. 2015-ലും 2016-ലും അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. 2004, 2008, 2012, 2016, 2020 വർഷങ്ങളിൽ ഫെബ്രുവരിയിൽ അവസാനിക്കുന്നതാണെങ്കിൽ 29/2 വരെ വരണം. അത് ശ്രദ്ധിക്കുക. 2000-ലും അതെ, 2000-ലും അങ്ങനെ തന്നെ ഫെബ്രുവരിയിൽ അവസാനിക്കുന്നതാണ്. അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. ഇനി വരുന്നത് ക്വാളിഫിക്കേഷനാണ്. നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ SSLC മെട്രിക്കുലേഷനിൽ SSLC എൻ്റർ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ ഗ്രാജുവേഷൻ എൻ്റർ ചെയ്യാം, പോസ്റ്റ് ഗ്രാജുവേഷൻ എൻ്റർ ചെയ്യാം. ഇവിടെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, കണ്ടോ. ഡോക്ടറേറ്റ് ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാം. മറ്റുള്ള വേറെ എന്തെങ്കിലും ഷോർട്ട് ഹാൻഡ്, ടൈപ്പ് റൈറ്റിംഗ്, അങ്ങനത്തെ എന്ത് ക്വാളിഫിക്കേഷനും നമുക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇത് എൻ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ നോക്കാം. ഇല്ലാത്തത് നിങ്ങളുടെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക, അവർക്കാണ് എൻ്റർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ക്വാളിഫിക്കേഷൻ എൻ്റർ ചെയ്യാം. ക്വാളിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അത് ജസ്റ്റ് കൺഫേം ചെയ്യുക. ഇവിടെ ചെയ്യാൻ പറ്റില്ല, അത് അവിടെ നിന്ന് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്ത ക്വാളിഫിക്കേഷൻസ് ഒക്കെ എനിക്കിവിടെ കാണാം. എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്ന് നമുക്ക് ഇതിൽ നോക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ ലോക്കിൻ്റെ ചിത്രം കാണുന്നുണ്ട്, അതിൻ്റെ അർത്ഥത്തിൽ ലോക്കഡ് ആണെന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ അൺലോക്കായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സുപ്പീരിയർ ഓഫീസറോട് പറയാൻ, അത് അൺലോക്ക് ചെയ്തിട്ടില്ല, അത് ലോക്ക് ചെയ്യണം എന്നുള്ള കാര്യം കൂടി നമുക്ക് ആവശ്യമാണ്. ഇനി അതുപോലെ തന്നെ ഫാമിലി ഡീറ്റെയിൽസിൽ നമുക്ക് മക്കളുടെയും അതുപോലെ വൈഫിൻ്റെ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയും ഒക്കെ പേര് എൻ്റർ ചെയ്യാം. ഫാദർ, മദർ, ഹസ്ബൻഡ്, വൈഫ്, പിന്നെ മക്കൾ. ഇത്രയാണ് നമ്മൾ ലീഗലായിട്ടുള്ള പിന്നെ ദത്തെടുത്തിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ അത്ര മാത്രമാണ് ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. ബാക്കി ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒന്നും എൻ്റർ ചെയ്യുന്നതിൽ അർത്ഥമില്ല.
ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ആരൊക്കെ വെച്ചാൽ ആധാറിലുള്ള പോലെ പേര് എൻ്റർ ചെയ്യുക, പിന്നെ റിലേഷൻ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, എൻ്റർ ചെയ്യുക. ശേഷം നോമിനി ആയിട്ട് ആരെയാണോ നമ്മൾ കണ്ടിട്ടുള്ളത്, അതൊക്കെ സർവീസ് ബുക്കിൽ വരുന്ന ഡീറ്റെയിൽസ് ആലോചിച്ച് അറിയാം, നമ്മുടെ സർവീസ് ബുക്കിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലുള്ള പോലെ നമുക്ക് നോമിനേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. ഓരോ ബെനിഫിറ്റിന് മാറുകയാണ് നോമിനി ആയിട്ടുള്ളതെന്ന് നമുക്ക് എൻ്റർ ചെയ്യാം. നോമിനേഷൻ ഫോർ PF, പെൻഷനറി ആൻഡ് അതർ ക്ലെയിംസ്. ബെനിഫിറ്റ് ആഡ് ചെയ്യാം, അതിന് ശേഷം നോമിനിയുടെ പേര് കൊടുക്കാം, പിന്നെ അഡ്രസ്സ് കൊടുക്കാം, റിലേഷൻ കൊടുക്കാം, അങ്ങനെ നോമിനി. പിന്നെ അതേപോലെ ബെനിഫിറ്റ് ഡീറ്റെയിൽസ് അതൊന്നും ഇപ്പോൾ നിർബന്ധമില്ല. ബെനിഫിറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ നിർബന്ധമില്ല. നിലവിൽ നിർബന്ധമുള്ള ഐറ്റംസ് മാത്രമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്തൊക്കെ ഉണ്ട് പേഴ്സണൽ മെമ്മോറണ്ട, പ്രസൻറ്റ് സർവീസ് ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്. ആ മൂന്നെണ്ണമാണ് ഏറ്റവും ആദ്യത്തിൽ. ഈ പേഴ്സണൽ മെമ്മോറണ്ട എടുക്കുമ്പോൾ തന്നെ അത് 3 ഇതിനകത്തുണ്ട്. പേഴ്സണൽ മെമ്മോറണ്ട ഉണ്ട്, പ്രസൻറ്റ് സർവീസ് ഉണ്ട്, കോൺടാക്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ് പ്രൊബേഷൻ എന്നൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ടാവും. പ്രൊബേഷൻ നമ്മൾ എൻ്റർ ചെയ്യണം, പ്രൊബേഷനെ ഡിക്ലെയർ ചെയ്ത് എൻ്റർ ചെയ്യണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആദ്യം എയ്ഡഡ് സ്കൂളിൽ സർവീസ് ഉണ്ട്, അതിൻ്റെ പ്രൊബേഷനും ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഗവൺമെൻറ് സർവീസ് ഉണ്ട്, അതിൻ്റെ പ്രൊബേഷനും ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൊബേഷനൊക്കെ വീണ്ടും എൻ്റർ ചെയ്യാം, ഇവിടെ പറ്റില്ല. നമുക്ക് പിന്നെ പ്രിൻസിപ്പളിൻ്റെ ഇതിലേ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞാൽ പ്രൊബേഷൻ കഴിഞ്ഞാൽ പിന്നെ സർവീസ് ഹിസ്റ്ററിയാണ്. അതാണ് സർവീസ് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷനിൽ കാണുന്നത്, നേരത്തെ തൊട്ട് മുമ്പ് പരിചയപ്പെടുത്തി. പിന്നെ അതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് റിക്രൂട്ട്മെൻറ്റാണ്. നമ്മളെ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്പോയിൻമെൻറ്റ് ഓർഡർ നമ്പർ, അഡ്വൈസ് സീരിയൽ നമ്പർ തുടങ്ങിയ ഉൾക്കൊള്ളുന്ന സാധനമാണ് റിക്രൂട്ട്മെൻറ്റ്. കണ്ടോ, PSC ആണ് അതിൻ്റെ സീരിയൽ നമ്പർ. പിന്നെ അഡ്വൈസ് സീരിയൽ നമ്പർ, അഡ്വൈസ് നമ്പർ, ഓർഡർ നമ്പർ, അപ്പോയിൻമെൻറ്റ് ഓർഡർ ഡേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിക്രൂട്ട്മെൻറ്റിൽ വരണം. പിന്നെ വരുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ആണ്. ഞാനിപ്പോൾ തൊട്ട് മുമ്പ് കാണിച്ചു. ഫാമിലി ഡീറ്റെയിൽസിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നുള്ളത്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരുകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ക്വാളിഫയിങ് സർവീസ്. ചില ആളുകൾക്ക് ഇതിനു മുമ്പ് നമ്മൾ പെൻഷന് പരിഗണിക്കുന്ന എന്തെങ്കിലും ക്വാളിഫയിങ് സർവീസ് ഉണ്ടാവും. അതാണ് ക്വാളിഫയിങ് സർവീസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ക്വാളിഫിക്കേഷൻ അല്ല, ക്വാളിഫയിങ് സർവീസ്. അത് ഇതിനകത്ത് ഇത് ക്വാളിഫിക്കേഷൻ, അത് വേറെ ക്വാളിഫിക്കേഷൻ വരാൻ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ്. ഫാമിലി ബെനിഫിറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ്, ട്രെയിനിങ്, അവാർഡ്സ്, ഡിസിപ്ലിനറി, പ്രൊബേഷൻ ഡിക്ലറേഷൻ. ഓക്കെ, ഇതിനകത്തില്ല. അത് നമ്മുടെ പ്രിൻസിപ്പൽ ലോഗിൽ കയറിയാൽ കാണാൻ പറ്റും ക്വാളിഫയിങ് സർവീസ് ഡീറ്റെയിൽസ്. പിന്നെ അത് എല്ലാവർക്കും ഉണ്ടാവില്ല, അതുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ലീവ് അവൈൽഡ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ലീവ് അവൈൽഡ്, നമ്മൾ എടുത്തിട്ടുള്ള ലീവിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവും. അതും ഇതിനകത്ത് ലഭ്യമല്ല. പ്രിൻസിപ്പളിൻ്റെ ലോഗിനിൽ അത് ലഭ്യമാണ്. ഇവിടെ ലീവിൻ്റെ കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടും. ലീവ് അവൈൽഡ്, സർവീസ് മാറ്റേഴ്സ് എന്നുള്ള മെനുവിൽ ലീവ് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലീവ് ഹിസ്റ്ററി എടുത്താൽ നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള ലീവുകൾ മുഴുവനും ഇവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ എല്ലാ ലീവുകളും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എല്ലാം ഒന്നും ചിലപ്പോൾ എൻ്റർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് ലീവ് അക്കൗണ്ട് എന്നൊരു സാധനം കൂടെ ഉണ്ട്, അതും കൂടി എടുത്ത് നോക്കാം. ഇവിടെ സർവീസ് മാറ്റേഴ്സിൽ ലീവ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതും ഇതിനകത്തില്ല. അതൊക്കെ നമ്മുടെ പിന്നെ പ്രിൻസിപ്പളിൻ്റെ ഓപ്ഷനിലേക്ക് കിട്ടും. ലീവ് ഹിസ്റ്ററി ഉണ്ട്, ലീവ് അക്കൗണ്ട് ഇല്ല. അപ്പോൾ അതിൽ ലീവ് അക്കൗണ്ടിൽ ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ SDOs ഒക്കെ ആണെങ്കിൽ ഏത് ഏജീസ് നിന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നോക്കിയാൽ മതി. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അങ്ങനെ കാണാനുള്ള ഒരു വഴിയുണ്ട്. ഈ സർവീസ് ബുക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുത്ത് തന്നെ നമുക്ക് കാണാം. ഈ സർവീസ് ബുക്ക് എടുത്തിട്ട് നമ്മൾ ഇംഗ്ലീഷോ മലയാളമോ വേണ്ട അത് ജസ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഗോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സർവീസ് ബുക്ക് ഇവിടെ വിസിബിൾ ആവും. ഇതാണ് നമ്മുടെ സർവീസ് ബുക്ക്. നമുക്കിതിങ്ങനെ മറിച്ച് കൊണ്ടുവരാം. ഇത് കണ്ടോ, ഇതിൽ ലീവിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ഹാഫ് പേ ലീവ്. ഈ പേജിലേക്ക് പോയി ഹാഫ് പേ ലീവിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അപ്പോൾ അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് പിന്നെ എന്നെ സംബന്ധിച്ച് 18/1/2020 ലീവ് ഏജീസ് നിന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ലീവുകളുടെ എണ്ണം അതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ലീവിൻ്റെ ഡീറ്റെയിൽസിന്. ഓക്കെ, പിന്നെ പ്രസൻറ്റ് സാലറിയാണ് നേരത്തെ ഇവിടെ കാണിച്ചത്. പ്രസൻറ്റ് സാലറി ഇവിടെ നിലവിൽ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാലറിയാണ് ഇവിടെ ഉള്ളത്. ചിലപ്പോൾ നമുക്ക് അടുത്ത ഡ്യൂ ആയിട്ടുണ്ടാകും, പക്ഷേ അത് അതിൻ്റെ അതോറിറ്റീസ് സാങ്ഷൻ ആക്കിയാലേ നമുക്ക് കിട്ടുള്ളൂ. സാങ്ഷൻ ആക്കിയിട്ടുള്ള നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ടാവുക. പിന്നെ അതേപോലെ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണോ അത് ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാം. അതേപോലെ റെഗുലറൈസേഷൻ ഇതിനകത്തുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, റെഗുലറൈസേഷൻ ഉണ്ട്. റെഗുലറൈസേഷന് നമുക്ക് ഇവിടെ കാണാം, അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ നോമിനീസ് ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിക്കേണ്ടായി. നോമിനീസ് നമ്മൾ എൻ്റർ ചെയ്ത് ലോക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ ലീവ് സറണ്ടർ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ലീവ് സറണ്ടർ ഇവിടെ ഇല്ല. ഈ സർവീസ് മാറ്റേഴ്സിൽ ഒരു പക്ഷേ ലീവ് സറണ്ടർ ഉണ്ടായിരുന്നു വരാം.
ലീവ് സറണ്ടർ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സർവീസ് ബുക്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ലീവ് സറണ്ടറിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പിന്നെ ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ സർവീസ് പ്രോസസ്സ് ചെയ്യുന്നതിന് സാലറി പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സ്വന്തം അതിൽ തന്നെ നമ്മുടെ സ്വന്തം യൂസർ ഐ ഡി തന്നെ നമുക്കിതിൽ പലതും ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ നമുക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്നുള്ള മെനു ഉണ്ട്. അതിനകത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ലോൺസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. PF ലോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്താണ് നമ്മൾ അറിയാം അതിൻ്റെ റിക്കവറി പോകുന്ന കാര്യങ്ങൾ. സർവീസ് മാറ്റേഴ്സ് എന്നുള്ള മെനുവിൽ ഈ സർവീസ് ബുക്ക് കാണാം, ലീവ് ഹിസ്റ്ററി കാണാം, ലീവിന് അപ്ലൈ ചെയ്യാം. ഇതാണ് ലീവിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ. ഈ ലീവിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും ലീവിൻ്റെ ബാലൻസും നമുക്ക് സ്പാർക്കിനെ മൊബൈലുമായിട്ട് ബന്ധിപ്പിച്ചാൽ സ്പാർക്ക് ഓൺ മൊബൈൽ എന്ന് പറയുന്ന മൊബൈൽ ആപ്പിലൂടെ തന്നെ നമുക്ക് കിട്ടും. ഇതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ലീവ് അപ്ലൈ ചെയ്യാനുള്ളതാണ് ഈ ലീവ് ഓൺലൈൻ. കൺവേർട്ട് ചെയ്യാൻ നമ്മൾ HPL കൊടുത്തു പിന്നെ CML ആക്കാൻ തോന്നി, അല്ലെങ്കിൽ CML കൊടുത്തു പിന്നെ HPL ആക്കാൻ തോന്നി, അപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ഓപ്ഷനാണിത്. പിന്നെ ചേഞ്ച് റിപ്പോർട്ടിംഗ് ഓഫീസർ ഓർ അപ്രൂവിംഗ് അതോറിറ്റി. അപ്പം നമ്മൾ സാധാരണ നമുക്ക് ആവശ്യമില്ല. ലീവ് ജോയിൻ ചെയ്യുമ്പോൾ ഈ ജോയിൻ റിപ്പോർട്ട് ഉപയോഗിക്കാം. പ്രിമച്വർ ജോയിനിങ് ഉണ്ടാവും. ലീവിൻ്റെ അൺഅവൈൽഡ് പോർഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ ജോയിൻ ചെയ്യും. ഇപ്പോൾ 60 ദിവസം ലീവ് കൊടുത്ത ഒരാൾ ഇപ്പോൾ 40 ദിവസം കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് പോസിബിളാണ്. അതിനുള്ളതാണ് പ്രിമച്വർ ജോയിൻ. പിന്നെ ലീവ് സാങ്ഷൻ ഓർഡർ, അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലീവിൻ്റെ സാങ്ഷൻ ഓർഡർ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ലീവ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. നമ്മൾ അപ്ലൈ ചെയ്തു പക്ഷേ നമ്മൾ അവൈൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ ലീവ് ക്യാൻസൽ ചെയ്യാം. ലീവുകൾ മുൻകൂട്ടി അപ്ലൈ ചെയ്യണമെന്നാണല്ലോ. അപ്പോൾ നമ്മൾ മുൻകൂട്ടി അപ്ലൈ ചെയ്തു, അടുത്ത മാസത്തേക്ക് ലീവ് അപ്ലൈ ചെയ്തു, ലീവ് സാങ്ഷനും ആക്കി, പിന്നീട് നമുക്കത് വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇത് ഇപ്പം നമുക്ക് തൽക്കാലം ഇപ്പം ഹയർ സെക്കൻഡറിയിൽ വന്നിട്ടില്ല. കോമ്പൻസേറ്ററി ഓഫ് അതിനുള്ള ആപ്ലിക്കേഷനും അതിനെ പിന്നെ അപ്രൂവിങ് അതോറിറ്റിയും കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ പഞ്ചിങ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും വേണ്ടി വരും. അതേപോലെ ഔട്ട്സൈഡ് ഡ്യൂട്ടി ഇൻറ്റിമേഷൻ, നമ്മൾ സ്കൂളിലല്ല ഓഫീസിലല്ല വേറെ എവിടെയെങ്കിലും ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത് ഇൻറ്റിമേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ പഞ്ചിങ് സിസ്റ്റത്തിലൊക്കെ തയ്യാറാവും, ലീവായി പോകും. അപ്പോൾ പഞ്ചിങ് സിസ്റ്റം വരുമ്പോൾ ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതേപോലെ തന്നെ ലീവ് അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളാണ്, ഹിസ്റ്ററി, അപ്രൂവൽ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്രൂവൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, അതൊക്കെ DDOസറിനെ പറ്റുള്ളൂ. പിന്നെ വരുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്ന മെനുവാണ്. അതിനകത്ത് സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതെടുത്ത് നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ കൊടുത്താൽ ഇപ്പോൾ 2020-21 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 2020-21 നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടുള്ള മുഴുവൻ തുകയും നമുക്കൊരു PDF ഡോക്യുമെൻ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻറ്റിസിപ്പേറ്ററി ഒക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇൻകം ടാക്സിൽ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന മെനുവിൽ പിന്നെ ടെമ്പററി ലോണിന് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. NRA, PF, NRA കൺവേർഷൻ, NRAക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. ക്ലോഷറിന് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അപ്രൂവൽ എന്ന് പറഞ്ഞ മെനു നമുക്ക് വരുന്നത് നോക്കണ്ട, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അതിനുള്ള ഇതില്ല. PF ക്വറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ക്വറി എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലുള്ള ബാലൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. എത്രയാണ് ബാലൻസ് ഉള്ളതെന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അക്കൗണ്ട്സ്, ഇതിൽ AG പേ സ്ലിപ്പ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. SDOസിന് ഗസറ്റഡ് ഓഫീസേഴ്സ് ആണെങ്കിൽ അവർക്ക്, സെൽഫ് ഡ്രോയിങ് ഓഫീസേഴ്സ് ആണെങ്കിൽ അവർക്ക് അവരുടെ പേ സ്ലിപ്പുകൾ ഇവിടെ കാണാനുള്ള അവസരമുണ്ട്. അതുപോലെ വ്യൂ സാലറി സ്ലിപ്പ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സാലറി സ്ലിപ്പ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു മാസം കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 7ാമത്തെ മാസം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊസീഡ് ചെയ്താൽ അതിൻ്റെ സാലറി സ്ലിപ്പ് ഇവിടെ കാണാം. അതിൻ്റെ താഴത്ത് ജനറേറ്റ് റിപ്പോർട്ട് എന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ സാലറി സ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. അതിനകത്ത് ബില്ലിൻ്റെ ഗ്രോസും നെറ്റും ഡേറ്റ് ഓഫ് എൻഗേജ്മെൻറ്റും ഒക്കെ ഉണ്ടാവും. അതിനൊന്നും നമ്മൾ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ അത് എടുക്കാൻ ആയിട്ട് സാധിക്കും. പിന്നെ ഡ്രോൺ സാലറി ഡീറ്റെയിൽസ് ഉണ്ട്. ഇതെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വർഷം കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ സാലറി ആണ് ക്ലെയിം ചെയ്തതെന്നുള്ളതും അതിൻ്റെ എൻഗേജ്മെൻ്റ് ഒക്കെ ഒന്നിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ PF ബില്ലൊക്കെ എടുക്കുമ്പോൾ നമുക്കിത് കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട് ചില ബില്ലുകളിലൊക്കെ. ഇപ്പോൾ PF ബില്ലിന് പ്രശ്നമില്ല, മുമ്പുള്ളതിനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള അവസരം നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ബില്ലിൻ്റെയും നമ്മുടെ ഗ്രോസും നെറ്റും അതേപോലെ തന്നെ എൻഗേജ്മെൻറ്റ് ഡേറ്റൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. എത്ര ബില്ലുകൾ പ്രോസസ്സ് ചെയ്തെന്നുള്ളതൊക്കെ ഇവിടെ അറിയാൻ പറ്റും. ഏതെങ്കിലും മിസ്സിംഗ് ഉണ്ടോ, ഏതെങ്കിലും പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. സൈൻ ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. ഇവിടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് എന്ന് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം, നമ്മൾ മൊബൈലിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് മൊബൈലിൽ ഈ ആപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും.